ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ധർമ്മനും ആര്യനും കൂടി അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അലോകിൻ്റെ പെങ്ങൾ മിത്രയുടെ ഒരു കാമുകനുണ്ടല്ലോ, കാമുകൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 പെണ്ണുങ്ങൾ ക്യൂ നിൽക്കുക, നീ പോയാൽ പോയകടി, എനിക്ക് ക്യൂ നിൽക്കുക പെണ്ണുങ്ങൾ എൻ്റെ മുമ്പിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ധർമ്മം പറഞ്ഞു, എടാ നോക്കിയടാ, പെണ്ണുങ്ങളൊക്കെ അവൻ്റെ മുന്നിൽ ക്യൂ ആണ്, എടാ ഒരെണ്ണം എനിക്ക് തരാൻ പറയാടാ, ചിലപ്പോൾ ബ്രോക്കറായിരിക്കും. ആ നേരത്തേനും ആര്യം പറഞ്ഞു, ചെല്ല് അവനിപ്പം നല്ല ഫിറ്റായിട്ട് നിൽക്കുക, ചെല്ല്. എടി നീ വെച്ചിട്ട് പോടി, എന്നെ ഇനി വിളിച്ചു പോകരുത്. ഇവൻ ആരാണെന്ന് മാമൻ അറിയോ? ആരാ? ഇവനാണ് എൻ്റെ വല്യമ്മ അവൻ അനന്തമർമ്മയുടെ മോളെ കെട്ടാനിരിക്കുന്ന ഫ്രോഡ് മിഥുൻ. മിത്രമോളെ കെട്ടുന്നത് ഈ തെണ്ടിയോ? കെട്ടുമെന്നൊന്നും അറിയത്തില്ല, പക്ഷേ ഇവനുമായിട്ടാണ് അവളുടെ അടുപ്പം. ഇതേ സമയം മിഥുൻ അടുത്തയാളെ വിളിക്കുകയാണ്, അമ്പിളിക്കുട്ടി, മിഥുൻ ചേട്ടൻ്റെ മോളെ. അതോ, നിന്നെ ഓർത്ത് കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല, അതാ എൻ്റെ സൗണ്ടിനൊരു കുഴപ്പം. നോക്കിയേ, അവൻ്റെ ലിസ്റ്റിൽ എത്ര പെണ്ണുങ്ങളുണ്ടെന്ന്. ഇവനാണ് മിത്രയെ വളച്ചു പിടിച്ചിരിക്കുന്നത്. ധർമ്മൻ അന്തം വിട്ട് ആര്യനെ നോക്കുക കേട്ടോ. ഇവൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ അവളെ ഉപദേശിക്കാൻ പോയതിനാണ് ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടി മേടിച്ചത്. അവളാണ് അഹങ്കാരിയാണെങ്കിലും അവൾ പെൺകുട്ടി അല്ലേ, അതുകൊണ്ട് ഞാൻ സത്യാവസ്ഥ പറഞ്ഞില്ല. എന്നാലും നമ്മുടെ കൊച്ചു വലിയൊരു ചതിയിലാണല്ലോ. ഞമ്മടെ കൊച്ചോ? ഞമ്മടെ അല്ല, നിങ്ങളുടെ. ഇവനൊരു തനി വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞിട്ടും അവൾ വിശ്വസിക്കുന്നില്ല. ഇനി എന്താണോ വരാൻ പോകുന്നത് അവളത് അനുഭവിക്കട്ടെ. അല്ല പിന്നെ. അപ്പോഴേക്കും നമ്മുടെ ധർമ്മൻ ഇവൻ്റെ പുറകെ പോകാട്ടോ, ഇവനെ നോക്കി നിൽക്കാം മിഥുനെ. ഈ ഫ്രോഡിൻ്റെ കയ്യിൽ നിന്ന് മിത്രമോളെ രക്ഷിക്കണം എന്ന് ധർമ്മൻ ഇങ്ങനെ തീരുമാനിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ബാലേട്ടൻ്റെയൊക്കെ വീടാട്ടോ. ഗോമതി കൊണ്ടുപോയി കഞ്ഞിയൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അവർ ഫുഡ് കഴിക്കണ സമയമാണ്. ആര്യനും ഉണ്ട്, ആകാശമുണ്ട്, അതുപോലെ ബാലേട്ടനും ഉണ്ട്. ഗോമതി ഫുഡൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് കോളിംഗ് ബെൽ അടിച്ചു. ആരാന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് ബാലേട്ടൻ പറഞ്ഞു. ഗോമതി പോയി ആരാന്ന് നോക്കുകയാണ്. വന്നത് മറ്റാരുമല്ല, രാമേട്ടനാണ്. രാമേട്ടൻ ആയിരുന്നോ? ബാലനില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്, അവർ കഴിക്കുക. ബാ ബാലേട്ടാ. രാമേട്ടാ ബാ ഇരിക്ക്, കൈ കഴുകിയിട്ട് വാ. ഞാൻ കഴിച്ചാ, എനിക്കിത്തിരി ചൂടുവെള്ളം മാത്രം മതി. അതിനെന്താ തരാമല്ലോ എന്നും പറഞ്ഞ് ഗോമതി ചൂടുവെള്ളം എടുക്കാനായിട്ട് പോയി. അല്ല, രാമേട്ടൻ ഇങ്ങോട്ട് വന്നപ്പോൾ കടയിലെ കാര്യങ്ങൾ ആര് നോക്കും? ഇപ്പം തിരക്ക് കുറഞ്ഞ സമയമല്ലേ, ധർമ്മജനെയാക്കി. തിരക്ക് കുറഞ്ഞ ധർമ്മനെ അവിടെ നിർത്തിയിട്ട് പോരാൻ എങ്ങനെ തോന്നി രാമേട്ടന്? എൻ്റെ പൊന്നു ബാലേട്ട, വല്ലപ്പോഴും ഒരിക്കലല്ലേ രാമേട്ടൻ ഇങ്ങോട്ട് വരുന്നത്, അപ്പോഴേ കുറ്റപ്പെടുത്താൻ തുടങ്ങിയോ? അപ്പോൾ രാമൻ പറഞ്ഞു, എനിക്കതൊന്നും പുത്തരിയല്ല. ഞാനിപ്പോൾ വന്നത് ആനന്ദിന് നല്ലൊരു കല്യാണാലോചനയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും ആകാശ്, ഈശ്വര, ആനന്ദേട്ടൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണേ, അതിനുശേഷം എൻ്റെ കാര്യം കൂടി. എന്തായാലും ആര്യൻ ഇവൻ്റെ ഈ പുറപുറക്കലൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആര്യൻ പറഞ്ഞു, നീ ആവേശം മൂത്ത് ഓരോന്ന് കാട്ടിക്കുട്ടിയിട്ട് അച്ഛൻ്റെ വായിരിക്കുന്ന കേൾക്കണ്ട. ഇതേ സമയം ഗോമതി ചോദിച്ചു, പെണ്ണെവിടെന്നാ? നമ്മുടെ സുനന്ദ ടീച്ചറിൻ്റെ മോളാ, അനുപമ, ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചറാ. എനിക്കറിയാം, നല്ല കുട്ടിയാ, കാണാനും കൊള്ളാം, ജോലിയുണ്ട്, സ്വഭാവം നല്ലതോ ബാലേട്ടാ. അപ്പോഴേക്കും ബാലൻ ചോദിച്ചാൽ, അല്ലേ പെൺകുട്ടിയുടെ അച്ഛനെന്താ ജോലി? രാമേന്ദ്രൻ മരിച്ചിട്ട് 2 വർഷമായി. അമ്മയും മോളും മാത്രമേ ഉള്ളൂ. അവരുടെ കാലശേഷം സ്വത്തുക്കളൊക്കെ മോൾക്ക് മാത്രം അവകാശപ്പെട്ടതാ. എന്തായാലും ബാലന് തൃപ്തിയാകാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. അവരുടെ ബന്ധുക്കളൊക്കെയോ? ബന്ധുക്കളുടെ ശല്യം ഒന്നും ഉണ്ടാവത്തില്ല. സുനന്ദ ടീച്ചറിൻ്റെ അച്ഛൻ്റെ അനിയൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ബന്ധുവായിട്ട്. ആനന്ദിന് ചേരുന്ന പെണ്ണ. സ്ത്രീധനം നമ്മൾ ചോദിക്കുക പോലും വേണ്ട, ആവശ്യത്തിൽ കൂടുതൽ കൊടുക്കും. ബാലേട്ടൻ പറഞ്ഞു, സ്ത്രീധനം എൻ്റെ കുടുംബത്തൊന്നും വേണ്ട, അല്ലാതെ തന്നെ പെണ്ണിനെ പോറ്റാനുള്ള ശേഷിയൊക്കെ എൻ്റെ ആനന്ദമോനുണ്ട്. എന്നാൽ നമുക്കിത് ഉറപ്പിച്ചാലോ? അപ്പോൾ ബാലൻ പറഞ്ഞു, വേണ്ട രാമേട്ടാ, വേണ്ട. അപ്പോൾ എല്ലാവരും അന്തം വിട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ. ബാലൻ എന്താ വേണ്ടതെന്നറിയാമോ? കുറേ ബന്ധുബലമുള്ള ആൾക്കാർ. ആര്യൻ പറഞ്ഞു ആകാശിനോട്, ഞാൻ പറഞ്ഞില്ലേ അമിതമായ ആവേശം വേണ്ടാന്ന്. അല്ല, നല്ല ബന്ധമല്ലേ ബാലേട്ടാ, ഇത് ശരിയാവത്തില്ല, ഗോമതി വിട്ടേരെ. അപ്പോൾ ആര്യം ചോദിച്ചു, ഈ ആലോചനയ്ക്ക് എന്താ കുഴപ്പം? നീ എന്നെ ഉപദേശിക്കാൻ വരണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ രാമൻ ചാടി കഴിഞ്ഞിട്ട്, എന്തിനാ ഇത് വേണ്ടാന്ന് വെക്കുന്നത്? നല്ല ബന്ധമല്ലേ? എനിക്ക് താല്പര്യമില്ല രാമേട്ടാ, അതേക്കുറിച്ച് ഇനി സംസാരിക്കണ്ട. രാമേട്ടൻ കടയിലേക്ക് ചെല്ലുക. ആനന്ദിന് ഇങ്ങനെ ഒരു ബന്ധം വേണ്ട, അത്രേ ഉള്ളൂ. മറുപടി പറയാനോ അല്ലെങ്കിൽ എന്താ കാരണം എന്ന് പറയാൻ പോലും നിർത്തിയില്ല. രാമനെ പറഞ്ഞു വിടുകയും ചെയ്തു. ഗോമതിക്കാണെങ്കിൽ ആകെ സങ്കടമായി. ഇതെന്താണ് പറ്റിയ? ഇത്രയും നല്ലൊരു ആലോചനയാണല്ലോ, എന്താ പറ്റിയെന്ന് മനസ്സിലായില്ല. എന്തായാലും ഗോമതിക്ക് മനസ്സിലാവാത്ത കാര്യം എനിക്ക് മനസ്സിലായി, അത് തന്നെയാണ് കാരണം. എന്തായാലും ബന്ധുബലമുള്ള ആളെ മാത്രമേ ഈ ബാലൻ കല്യാണം കഴിക്കാനായിട്ട് സമ്മതിക്കുകയുള്ളൂ.
ഇതേ സമയം ആകാശവും ആര്യനും കൂടി പുറത്തു നിന്നിങ്ങനെ സംസാരിക്കുകയാണ്. വെറുതെയാണ് നിങ്ങൾ വെറുതെ ആശിച്ചതാണ്. നിങ്ങളുടെ കല്യാണം നടത്താനൊന്നും അച്ഛന് ഒരു ഉദ്ദേശവുമില്ല. അതെന്നും അച്ഛൻ്റെ അനുസരണയുള്ള നായ്ക്കുട്ടികളായിട്ട് നിങ്ങൾ കഴിയണം, അത് മാത്രമാണ് അച്ഛൻ്റെ ആഗ്രഹം. അപ്പോൾ പറ്റില്ല, എനിക്ക് മീനാക്ഷിയെ കല്യാണം കഴിക്കണം. മീനാക്ഷിയെ കെട്ടുന്ന മുദ്രാവാക്യം വിളിച്ചിട്ട് കാര്യമില്ല. അച്ഛൻ്റെ മുന്നിൽ ചെന്നെന്ന് പറയണം, എനിക്ക് ഒരു പെണ്ണ് ഒത്തു വന്നിട്ടുണ്ട്, അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആനന്ദേട്ടൻ്റെ കല്യാണം വേഗം നടത്തണമെന്ന് പറ. എന്താടാ നീ പറയണത്? മീനാക്ഷിയുടെ പെണ്ണ് കാണാൻ ഇന്ന് ആൾ വരുന്നുണ്ട്. ഇത്ര പെട്ടെന്നോ? അവൾക്കൊരു ജോലി കിട്ടാൻ വേണ്ടി വീട്ടുകാർ കാത്തിരിക്കുമായിരുന്നു. ഞാൻ ഈ കാര്യത്തിൽ വേണ്ട ഉത്തരവാദിത്വം കാണിക്കുന്നില്ലെന്നാ പരാതി. എന്തായാലും ആനന്ദേട്ടൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഇക്കാര്യം പറയാനിരുന്നതാ. എന്തായാലും ആനന്ദേട്ടൻ്റെ കല്യാണം കഴിയുന്നത് വരെ കാത്തിരുന്ന മീനാക്ഷിയുടെ കാര്യം പോക്കാണ്. എന്തായാലും ആടുജീവിതം വേണോ കുടുംബജീവിതം വേണോ എന്നൊക്കെ ഏട്ടൻ തന്നെ തീരുമാനിച്ചാൽ മതി. മീനാക്ഷിനെ വേറെ ആരെങ്കിലും കൊണ്ടുപോയി അവസാനം നിരാശാമോനായിട്ട് അടക്കേണ്ട വരും എന്നും പറഞ്ഞ് ആര്യനങ്ങ് പോവുകയും ചെയ്തു. ആകാശിന് തീരുമാനം ഇട്ട് കൊടുത്തിട്ട്. ഇതേസമയം രാമനാണെങ്കിൽ എന്താ പ്രശ്നം അതാദ്യം തുറന്നു പറ. ആഗ്രഹമില്ലെങ്കിൽ എന്തായാലും കല്യാണത്തിന് സമ്മതമില്ലാതെ കല്യാണത്തിന് ആഗ്രഹമില്ലാതെ മക്കളെ കെട്ടിക്കാൻ ആഗ്രഹമില്ലാതെയാണോ ഈ കിടന്ന് കല്യാണം ആലോചിക്കാൻ പറഞ്ഞതെന്നൊക്കെ രാമേട്ടൻ കടയിൽ ഈ ബാലൻ വന്നു കഴിഞ്ഞപ്പോൾ ചോദിക്കുകയാണ്. അപ്പോൾ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ ഞാൻ പറഞ്ഞത് കല്യാണം ആലോചിക്കാനൊക്കെ പറഞ്ഞത്? അതാ പിള്ളേരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നിയത്. രാമേട്ടാ, നിങ്ങൾ പോലും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്ന നിങ്ങളിത് പറയരുത്. പിന്നെന്താ, നീ ആയിട്ട് തന്നെ മുടക്കുന്നത് പോലെയല്ലേ ഇത് മറ്റുള്ളവർക്ക് തോന്നുന്നത്? നീ നടത്തുന്നു, നീ മുടക്കുന്നു. ഞാൻ കൊണ്ടുവന്ന ആലോചനയ്ക്ക് എന്താ കുഴപ്പം? അപ്പോഴേക്കും നല്ല കുട്ടിയും നല്ല കുടുംബമൊക്കെ തന്നെയാണ്. പിന്നെന്താ പ്രശ്നം? എനിക്ക് സംഭവിച്ചതുപോലെ എൻ്റെ മക്കൾക്ക് സംഭവിക്കാൻ പാടില്ല. സ്വന്തം ബന്ധങ്ങൾ ഏതെന്നറിയാതെ തെരുവിൽ തെണ്ടി തിരിഞ്ഞ് നടന്ന എന്നെ കൈപിടിച്ച് നടത്തിയത് രാമേട്ടനല്ലേ? ആരുമില്ലാത്തൊരുത്തൻ ഒരുപാട് പേർ സ്വന്തമായിട്ട് വേണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെയാണ് വലിയ തറവാട്ടിന് ഞാനൊരു പെണ്ണിനെ കെട്ടിയതല്ലല്ലോ, തട്ടിക്കൊണ്ടു പോകുന്നതല്ലേ എന്ന് രാമൻ ചോദിച്ചപ്പോൾ അതുകൊണ്ട് എന്തു പറ്റി? ഗോമതിയുടെ കുടുംബത്തിൽ നിന്ന് ഒറ്റ മനുഷ്യൻ തിരിഞ്ഞു നോക്കാതായില്ലേ? തിരിഞ്ഞു നോക്കാത്തത് പോട്ടെ, നിന്നെ കാണുമ്പോഴേ തോക്കും പാരയൊക്കെ ആയിട്ട് ചാടാനും തുടങ്ങിയില്ലേ? അതാണ് പ്രേമിച്ച് കല്യാണം കഴിക്കരുതെന്ന് ഞാൻ എൻ്റെ മക്കളോട് ഈ പറയുന്നത്. രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ശത്രുതയാവുകയുള്ളൂ. ആനന്ദിൻ്റെ കാര്യത്തിൽ ഈ വക യാതൊരു പ്രശ്നവും ഇല്ലല്ലോ. പിന്നെന്താ? എന്നാലും ആ പെങ്കൊച്ചിന് അച്ഛനുണ്ടോ? അതെന്ത് വർത്താനോ? 2 വർഷം മുമ്പ് മരിച്ചു പോയിന്ന് പറഞ്ഞതല്ലേ? അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞ് പെങ്കൊച്ചിന് പിന്നെ അച്ഛനില്ലാതിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അതല്ല ഞാൻ ചോദിച്ചത്. അച്ഛൻ മരിച്ചു പോയതുകൊണ്ട് ആനന്ദ് ആ പെണ്ണിനെ കെട്ടിയാൽ എന്ത് ആവശ്യം വന്നാലും ആനന്ദ് ഓടേണ്ടി വരും. ആ വീട്ടിലൊരാവശ്യം വന്നാൽ ആനന്ദ് ഓടേണ്ടി വരും. അതുപോലെ തന്നെ ആനന്ദിൻ്റെ ഒരു ആവശ്യം വന്നാൽ ഭാര്യ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമോ? അത്രയ്ക്ക് അങ്ങനെ കടന്ന് ചിന്തിക്കണോ? വേണം. എൻ്റെയും ഗോമതിയുടെ അവസ്ഥ അറിയാലോ. ഒറ്റയ്ക്കായി പോയവരാണ് ഞങ്ങൾ. എൻ്റെ അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. എന്തെങ്കിലും ഫംഗ്ഷൻ വെക്കുമ്പോൾ വീട് മൊത്തം ബന്ധുക്കളെ കൊണ്ട് നിറയണം. നിൻ്റെ ആഗ്രഹമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ പലരും കൂടിയാൽ പാമ്പ് ചാവൂല. ബന്ധുക്കൾ കൂടിയാലേ തലവേദനയും കൂടുകയുള്ളൂ എന്ന് രാമേട്ടൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും ബാലൻ അങ്ങോട്ട് തൃപ്തിയാവുന്നില്ല. പിന്നെ കാണിക്കുന്നത് മീനാക്ഷിയുടെ വീടാണ്. മീനാക്ഷിയുടെ വീട്ടിലേക്ക് മീനാക്ഷി പെണ്ണ് കാണാനായിട്ട് വീട്ടുകാർ വരികയാണ്. അപ്പോൾ അച്ഛനും അമ്മയും സ്വീകരിക്കാനായിട്ട് ഇങ്ങനെ വാതിക്കൽ നിൽക്കുക. ഇവരകത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴേക്കും പരിചയപ്പെടുത്താണ്. ബ്രോക്കറോ അല്ലെങ്കിൽ ബന്ധുവോ ഇങ്ങനെ പരിചയപ്പെടുത്താണ് ഈ ചെറുക്കനെയും ചെറുക്കൻ്റെ അച്ഛനെയും അമ്മയെയും ചെറുക്കൻ്റെ കുടുംബ സാഹചര്യം ഒക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും ചെറുക്കനും പെണ്ണിനും ഇഷ്ടമാണെങ്കിൽ കല്യാണമൊക്കെ പിന്നെ ബാക്കി എത്രയും പെട്ടെന്ന് നടത്താനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതിന് മുൻകൈ എടുക്കുന്നതും ചെറുക്കൻ്റെ അമ്മാവനാണ്. ബ്രോക്കറാന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ബ്രോക്കറല്ല, ചെറുക്കൻ്റെ അമ്മാവനാണ്. അല്ല, പെണ്ണെവിടെ? ഞങ്ങൾ കാണാൻ വന്ന കുട്ടി അവൾക്ക് ലീവ് കിട്ടിയിട്ടില്ല, അവൾ നേരത്തെ വരാമെന്ന് പറഞ്ഞ് പോയതാ, ഉടനെ അവളെത്തും. അവൾ വരട്ടെ, അതുവരെ നമുക്ക് നാട്ടുവിശേഷമൊക്കെ പറഞ്ഞിരിക്കാം. അതിനെന്താ, നീ അവളെ വിളിച്ചേ, എന്നിട്ട് വേഗം വരാൻ പറ എന്നും ഭർത്താവ് ഭാര്യയോട് ഇങ്ങനെ പറയുക. അങ്ങനെ മീനാക്ഷിയുടെ അമ്മ വിളിക്കുകയാണ്. മീനാക്ഷിയുടെ അമ്മ വിളിച്ചപ്പം മീനാക്ഷി ഇങ്ങനെ ഫോണിൽ അമ്മ കോൾ ചെയ്യുന്നത് ആകാശിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. കണ്ടോ, അമ്മ വിളിക്കുന്നത് കണ്ടോ? ചെറുക്കൻ അവിടെ നോക്കിയിരിക്കുക. എന്നെ കാണാത്തോണ്ടായി തുരുതുര വിളിക്കുന്നത്. നിനക്ക് ഈ വിവാഹത്തിന് സമ്മതമില്ലാന്ന് പറഞ്ഞാൽ പോരെ, അവരെന്തിനാ മെനക്കെടുത്തിയത്? സർക്കാർ ജോലി കിട്ടിയിട്ട് മതി കല്യാണമെന്ന് ഞാൻ വാശി പിടിച്ചത് കൊണ്ട് മാത്രമാണ് വിവാഹാലോചന ഇത്രയെങ്കിലും നീട്ടിക്കൊണ്ട് പോയത്. ഇനി അത് പറ്റില്ല.
അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ദേ എത്രയും പെട്ടെന്ന് നീ നിൻ്റെ കാര്യം നിൻ്റെ വീട്ടിൽ പറയണം. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും കൂട്ടിയിട്ട് എൻ്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കണം. കല്യാണോ? ഇപ്പോഴോ? എന്താ നിനക്ക് പ്രായപൂർത്തിയായില്ലേ? അതോ എന്നും ഇങ്ങനെ പ്രേമിച്ച് നടക്കാനാണോ? ആനന്ദേട്ടൻ്റെ കല്യാണം കഴിയാതെ ഞാൻ എങ്ങനെ നമ്മുടെ കാര്യം വീട്ടിലറിയിക്കും? നമ്മൾ തമ്മിൽ പ്രേമാണെന്നെങ്ങാനും അച്ഛൻ അറിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ ബന്ധം അംഗീകരിക്കില്ല. നീ നിൻ്റെ വീട്ടുകാരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് 1 വർഷത്തേക്ക് കൂടി വിവാഹാവധി മേടിക്കുക. ഇല്ല, ഇനി പ്രേമിച്ച് നടന്ന നേരം കളയാൻ എനിക്ക് പറ്റില്ല. എന്നെ നിനക്ക് വേണമെന്നുണ്ട് എങ്കിൽ കല്യാണാലോചനയായിട്ട് നീ വീട്ടിലേക്ക് വരണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇല്ലെങ്കിൽ വീട്ടുകാർ തീരുമാനിക്കുന്ന കല്യാണത്തിന് എനിക്ക് സമ്മതിക്കേണ്ടി വരും. മീനാക്ഷി, ഇത് എന്താ ഈ പറയുന്നത്? ചങ്കിക്കൊള്ളുന്ന വർത്താനമൊന്നും പറയല്ലേ. വീണ്ടും കോൾ വരികയാണ്. അമ്മയാ വോയിസ് മെസ്സേജ് ഇട്ടിരിക്കുക. നീ ഒന്ന് പ്ലേ ചെയ്തേ. നീ ഇന്ന് നേരത്തെ വരാമെന്ന് പറഞ്ഞതല്ലേ മോളെ, എന്നിട്ട് എന്താ നീ താമസിക്കുന്നത്? എൻ്റെ പൊന്നു മോളെ, അവർ വന്ന് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, പെട്ടെന്ന് വാ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് മീനാക്ഷി ദയനീയമായിട്ട് ആകാശിനെ ഇങ്ങനെ നോക്കുക. ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ അവർ കുറച്ച് നേരമായിട്ട് അവിടെ വന്നിരിക്കുകയല്ലേ, നമുക്ക് കുറച്ച് നേരം കൂടി ഇവർ സംസാരിച്ചിരിക്കാം, അന്നേരം ബോറടിച്ച് അവർ പൊക്കോളും എന്ന് പറയാം. മീനാക്ഷിയാണെങ്കിൽ ഇവൻ്റെ ആ നെപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോൾ മീനാക്ഷിക്ക് ചിരി വരിക കേട്ടോ. അപ്പം പേടിച്ചരണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മീനാക്ഷിയുടെ ചിരി കണ്ടപ്പോൾ ഇവനും ചിരി വന്നു. രണ്ടുപേരുടെ പൊട്ടിച്ചിരിക്കുക. അങ്ങനെ എൻ്റെ ആദ്യത്തെ പെണ്ണ് കാണാൻ ഫ്ലോപ്പ് അല്ലേ. എന്തായാലും മീനാക്ഷി കുറച്ചധികം വൈകിയാണ് വന്നത്. അവരെ പോയിട്ടുണ്ടാവും എന്നൊക്കെ ഓർത്താ വന്നത്. ഈശ്വര, ഇവരിതുവരെ പോയില്ലേ? നീ ഇവിടുന്ന് എന്താ വരാതിരുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മ ഓടി വരികയാണ് കേട്ടോ. നീ എന്താ താമസിച്ചെന്നൊക്കെ ചോദിച്ച്. അമ്മ അത് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ഓഫീസിൽ. ദേ ചെറുക്കൻ നല്ല യോഗ്യനാ, അവർ കാത്തിരുന്ന് മടുത്തു, നീ ഇങ്ങോട്ട് വാ. ഇവർ പോയില്ല എന്നൊക്കെ ഓർത്ത് നമ്മുടെ മീനാക്ഷി അകത്തേക്ക് കയറി ചെല്ലാണ്. അപ്പം മോള് വന്നു എന്നാണ് തോന്നുന്നത് എന്ന് അച്ഛനിങ്ങനെ പറയുക. അന്നേരത്തിന് മോളും അമ്മയും കൂടെ കയറി വന്നു. ദേ ഇതാണ് ഞങ്ങളുടെ മോള് മീനാക്ഷി. രാകേഷ് 1-2 തവണ കൊച്ചിനെ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ പരിചയക്കാരാ? ഇല്ലില്ല, ഇവരുടെ ഓഫീസിനടുത്ത് നിന്നാണ് ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസൊക്കെ. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് അങ്ങോട്ടേക്ക് പോകാറുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കളക്ടറുടെ എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് താമസിച്ചത് എന്ന് അമ്മ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും ഒത്തിരി ഇഷ്ടമായിട്ടോ ചെറുക്കൻ്റെ വീട്ടുകാരൊക്കെ. മോള് പോയി ഡ്രസ്സ് മാറിയിട്ട് വാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, വേണ്ട, ഇങ്ങനെ കണ്ടാൽ മതി. മീനാക്ഷിയുടെ തനത് സൗന്ദര്യം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതെ, ചില പെണ്ണുങ്ങൾ മേക്കപ്പിൽ കണ്ടാൽ സിനിമാ നടിമാരെ പോലിരിക്കും. നേരം വെളുത്ത് കുളിമുറിയിലേക്ക് പോകുമ്പോൾ ഞെട്ടും. കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് വേറൊരെണ്ണം. ആ ഒരവസ്ഥയായിരിക്കും. എന്തായാലും എൻ്റെ മോന് ആ അവസ്ഥ ഉണ്ടാവത്തില്ല. മീനാക്ഷി സുന്ദരിയാണ്. അല്ല, ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇപ്പം അവരെന്ത് സംസാരിക്കാനാ? 2 പേര് ഫോൺ നമ്പർ അങ്ങോട്ട് കൊടുത്തേരെ, പിന്നീട് വിളിയും പറച്ചിലും കാണലും ഒക്കെ അങ്ങ് അവർ നടത്തിക്കോളും. അല്ല മീനാക്ഷി, എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ നിങ്ങളൊക്കെ ഇവിടെ വെറുതെ വെയിറ്റ് ചെയ്യിപ്പിച്ചല്ലോ എന്ന് ഓർത്ത്. അതൊന്നും സാരമില്ല മോളെ. എൻ്റെ മോന് നല്ലൊരു പെൺകുട്ടിയോ ഭാര്യയായിട്ട് കിട്ടാൻ എത്ര വേണേലും വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു കാര്യം പറയാം, രാകേഷിന് മോളെ ഇഷ്ടമായി. ഇനി മീനാക്ഷിയുടെ ഇഷ്ടം മാത്രം പറഞ്ഞാൽ മതി. അത് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ എന്ത് തീരുമാനം എടുത്താലും അതാണ് മോളുടെ ഇഷ്ടം. മീനാക്ഷിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക. എന്തായാലും രാകേഷുമായിട്ടുള്ള വിവാഹം നടത്താനായിട്ട് ഞങ്ങളങ്ങ് തീരുമാനിച്ചു. മീനാക്ഷിയുടെ ഇഷ്ടം പോലും നോക്കാതെ ആ വിവാഹത്തിന് ഇവർ അച്ഛൻ 2 കൂട്ടരും സമ്മതിക്കുകയും ചെയ്തു. പിന്നെ കാണിക്കുന്നത് ധർമ്മനും ആര്യനും കൂടെ രാത്രി വഴിയിലൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. ബാലനെക്കുറിച്ചുള്ള കുറ്റം പറഞ്ഞുകൊണ്ടാണ് ധർമ്മം വരുന്നത്. നിൻ്റെ അച്ഛനൊരു സഹിക്കുകയാണ്. എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ, നിൻ്റെ അച്ഛനെ അല്ലാണ്ട് പിന്നെ ഞാൻ ആരാ പറയണത്? നിന്നെ ഇപ്പോഴും ക്രൂരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിൻ്റെ അച്ഛനെയാണോ പ്രിയ? അതെ, എനിക്ക് എൻ്റെ അച്ഛന് തന്നെയാണ് വലുത്, അല്ലാതെ മാമനായ നിങ്ങളല്ല. എൻ്റെ പൊന്ന് മകനെ, അളിയൻ്റെ ആഗ്രഹങ്ങൾ നടക്കണം. കല്യാണം കഴിച്ചു, 2-3 കുട്ടികളുമായി, 3-5 കുട്ടികളുമായി. എന്നിട്ട് അത്യാവശ്യം സെറ്റപ്പൊക്കെ ആയി. നിൻ്റെ അച്ഛൻ 500 പോലെയാ. അങ്ങനെ നിങ്ങൾ മക്കളെ ആരെയും കല്യാണം കഴിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. മൂത്ത് നടിച്ച് പെടഞ്ഞ് മാറിക്കും എന്നൊക്കെ പറഞ്ഞ് ധർമ്മം കാണിച്ചു കൊടുക്കുക. 500 പോലെ. ചേച്ചിയുടെ കല്യാണം നടത്തിയില്ലേ, അത് പേടിച്ചിട്ട് അളിയനെ പോലെ ഏതെങ്കിലും ഒരുത്തൻ വന്ന് മോളെ അടിച്ചുകൊണ്ട് പോവുമോ എന്ന് സ്വന്തം അനുഭവത്തിൽ നിന്നൊരു തോന്നൽ. നീ നോക്കിക്കോ, അളിയൻ്റെ ഈ 500 സ്വഭാവം കാരണം നമ്മൾ 4 ആണുങ്ങളും മൂത്ത് നരച്ച് പെണ്ണ് കിട്ടാതെ കുഴി പോകത്തേ ഉള്ളൂ.
അപ്പോഴാണ് ദൂരേക്കൊരു കാഴ്ച കാണുന്നത്. അതാരാ അവിടെ നിൽക്കുന്നത് മാമ? അപ്പോൾ ഈ മിഥുനാണ്. എടാ, ആ ഫ്രോഡ് മിഥുനല്ലേ അത്? അവൻ ഏത് പെണ്ണിനെ വഴിതെറ്റിക്കാനാണ് ഈ രാത്രിയിൽ ഇറങ്ങിയിരിക്കുന്നത്? എന്തായാലും ഒരു പെണ്ണുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരത്തിന് ഇവർ അങ്ങോട്ടേക്ക് ചെന്നു. എടാ എന്നും പറഞ്ഞ്, ഈശ്വരാ, കൂടെ ഉണ്ടായിരുന്ന പെണ്ണ് തലയെ മുണ്ടിട്ടുകൊണ്ട് ഓടിയിട്ടോ. എടാ, ആരെ കാണാനാടാ നീ വന്നത്? ആരാടാ നിൻ്റെ കൂടെ ഉണ്ടായത്? അതുവഴി പോയപ്പോൾ എന്തായാലും ധർമ്മൻ കണ്ടു ഈ പെണ്ണ് പോയി ഒളിച്ചിരിക്കുന്നത്. പുല്ലിൻ്റെ ഇടയ്ക്ക് പോയി തലയെ മൂടി ഇങ്ങനെ ഇരിക്കുക. ഡീ, എഴുന്നേക്കടി, എഴുന്നേക്കടി, ഷോൾ മാറ്റടി. അപ്പോഴേക്കും ഇവിടെ തലേന്ന് ഷോൾ അങ്ങോട്ട് മാറ്റിയപ്പോഴേക്കും മിത്ര, മോളെ നീയോ? ഇതെന്തുവാടി നീ ഇത് എന്ന് ചോദിച്ച് ധർമ്മൻ അന്തം വിട്ടു പോയിട്ടോ. എടാ, ഞങ്ങളുടെ കൊച്ചിനെ മയക്കിയെടുക്കാൻ വന്നതാണോ എന്നൊക്കെ ചോദിച്ച് ധർമ്മൻ മിഥുനെ തല്ലാൻ തുടങ്ങുക. അപ്പം മിത്ര മിഥുനെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ദേ മിണ്ടരുത്, നീ ഒന്ന് വിളിച്ച് കയറിയാൽ നിൻ്റെ അച്ഛനും കൊച്ചച്ഛനും ഒക്കെ ഇവിടെ എത്തും. നീ മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞ് ധർമ്മൻ. അപ്പം ഞാനൊരു അസൈൻമെൻറ്റ് സംശയം ചോദിക്കാൻ വന്നതായിരുന്നു മിഥുൻ. നിൻ്റെ സംശയം ഞാൻ തീർത്തരാം. ആര്യ, ഇവനെ കൈകാര്യം ചെയ്യടാ. അപ്പോൾ ഇവളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല. ഒന്ന് ഇടപെട്ടെൻ്റെ ക്ഷീണം മാറിയില്ല. ഇവരെന്തേലും ചെയ്യട്ടെ, എനിക്കങ്ങനെ വിടാൻ പറ്റില്ല. ഇളയച്ച, അവനെ വിട, ഇതെൻ്റെ ഫ്രണ്ടാ. മിഥുൻ പോയിക്കോട്ടെ പ്ലീസ്. ഞാൻ ദേ ഇപ്പം തന്നെ ഇത് വീട്ടിൽ അറിയിക്കും. വേണ്ട ഇളയച്ച, ഞാൻ കാല് പിടിക്കാം. അച്ഛനും ഇളയച്ചനും ഇത് അറിയരുത്. അപ്പോൾ ഇവള് സ്വയം രക്ഷിക്കാൻ ഇനിയാണെങ്കിൽ എന്തിനാ എൻ്റെ മാമനിങ്ങ് വാ. ആര്യ, അവളെ ഈ ഫ്രോഡിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. മാമൻ രക്ഷിച്ചാൽ മതി, എന്നെ ഇക്കാര്യത്തിൽ കൂട്ടണ്ട എന്നും പറഞ്ഞ് ആര്യനങ്ങ് പോയി. മിത്രയെ ഓടി അകത്തേക്ക് കയറിപ്പോയി. മേലെ ഈ ഭാഗത്ത് കണ്ടേക്കല്ലെന്ന് പറഞ്ഞ് ധർമ്മൻ ഒരടിയും കൊടുത്ത് മിഥുനെ ഓടിച്ചു. എന്തായാലും എന്നേക്കുമായിട്ട് രക്ഷിക്കണമല്ലോ. ധർമ്മനാണെങ്കിൽ അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. എന്തായാലും മീനാക്ഷി രാത്രി കെട്ടിയോനല്ല ആകാശിനെ വിളിക്കുകയാണ്. ആകാശിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അപ്പോൾ അവർ പോയില്ലേ? എൻ്റെ തീരുമാനം ഓക്കെ അല്ലായിരുന്നോ? അതെ, നിങ്ങളുടെ തീരുമാനം ഓക്കെ ആയിരുന്നു. നിങ്ങളുടെ തീരുമാനം ഓക്കെ ആയതുകൊണ്ടല്ലേ? അപ്പോഴേക്കും പറഞ്ഞു, അവർ പോയില്ലേ? അവർ പോയി. എന്തായാലും നീ അവിടെ ചെന്നപ്പോൾ അവർ പോയില്ലായിരുന്നോ? പോയി, ഞാൻ പറഞ്ഞല്ലോ പോയിന്ന്. എൻ്റെ തീരുമാനം ഓക്കെ ആയത് ഇപ്പോഴൊന്നും എനിക്ക് മനസ്സിലായില്ലേ? നീയല്ലേ പറയണേ എൻ്റെ തീരുമാനമൊക്കെ പരാജയമാണ്, ഞാനിവിടെ അവതരിപ്പിച്ചാലും ഫ്ലോപ്പാന്നൊക്കെ നീയല്ലേ പറയാറ്? എൻ്റെ പൊന്നും മൊണ്ടോ മനുഷ്യ, നിങ്ങളൊന്ന് പറയുന്നത് കേൾക്ക്. ഞാനിവിടെ വരുന്നത് വരെ അവരിവിടെ വെയിറ്റ് ചെയ്യുകയും ചെയ്തു. എന്നെ കണ്ട് കല്യാണം തീരുമാനമാക്കി പോവുകയും ചെയ്തു. എൻ്റെ അച്ഛനും അമ്മയും മരുമകൻ സർക്കാർ ജോലിക്കാരനാണെന്ന് അറിഞ്ഞപ്പോഴേ കല്യാണം കഴിപ്പിച്ച അവസ്ഥയിലാണ് ഇവിടെ. ഇനി ഒരൊറ്റ വഴിയുള്ളൂ, നീ ഇവിടെ വന്ന് കല്യാണം ആലോചിക്കുക. അപ്പോൾ അയ്യോ, അത് ഇല്ലെങ്കിലേ അറ്റ കൈക്ക് ഞാൻ പെട്ടി എടുത്തോണ്ട് ഞാൻ നിൻ്റെ വീട്ടിലേക്കങ്ങ് വരും, ഞാൻ പറഞ്ഞേക്കാം എന്നും പറഞ്ഞ് മീനാക്ഷി കോള് കട്ട് ചെയ്തു കേട്ടോ. ആകാശം ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുക. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നാളത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ ആനന്ദ് കള്ളും കുടിച്ചിട്ടൊക്കെ വരികയാണ്. പഴയ കാമുകിനെ വഴിക്ക് വെച്ച് എവിടെയോ കണ്ടു. കള്ളും കുടിച്ചിട്ട് വന്നിട്ട് പിന്നെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് നിരാശാ കാമുകൻ്റെ അവസ്ഥയിൽ കടന്ന് പെർഫോമൻസ് നടത്തുകയാണ്. ഗോമതി കാണുന്നുണ്ടത്. അപ്പോഴേക്കും ആര്യൻ ആകാശിനോട് പറയുന്നുണ്ട്, ഇതൊരു പാഠമാണ്, ഏട്ടൻ കണ്ടു പഠിച്ചു വെച്ചോ, ഈ അവസ്ഥ വരരുത് ഏട്ടന് എന്ന്. ആകാശാകെ ധർമ്മസങ്കടത്തിലാണ്, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സി ഓക്കെ, താങ്ക് യു.